ഹായ് എവരിവൺ, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ LPSC UPSC സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ സവിശേഷതകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ LPSC പരീക്ഷ ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, PSCയുടെ മറ്റു മത്സര പരീക്ഷകളായിക്കോട്ടെ, ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് തുടർന്നുള്ള വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാണ്, നിങ്ങൾ തരുന്ന അംഗീകാരമാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതായിരുന്നു? എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിതിൽ. അപ്പോൾ ഏതാണ് എന്നുള്ളത് നോക്കാം. A 23, B 24, C 21A, D 21. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതുന്നു. അപ്പോൾ അറിയാത്തവർ അറിഞ്ഞിരിക്കുക കേട്ടോ. 21A എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയപ്പോൾ, എന്ന് വെച്ചാൽ മുന്നേ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നില്ല അല്ലെ, മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചാൽ 21A എന്നുള്ളതാണ്. 23 എന്ന് ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ. 23ാമത്തെ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്ലേവറിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടിമത്ത നിരോധനം, അടിമത്തത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, അതായത് അടിമത്തം ഇല്ലായ്മ ചെയ്യണം എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അടിമത്തത്തിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ 23 ആണ്. 24 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ബാലവേല. കുട്ടികളെ 24 മണിക്കൂറും പണിയെടുപ്പിക്കരുത്, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഭരണഘടനയിലെ 23ാം വകുപ്പ് അടിമത്തത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ ഭരണഘടനയിലെ 24ാം വകുപ്പ് എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലവേല ചെയ്യിപ്പിക്കരുത്, ബാലവേല നിരോധനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാലവേലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക. അറിയാത്തവര് 24ാമത്തെ വകുപ്പ്. 21A എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മൗലിക അവകാശമാക്കി മാറ്റിയ സമയത്ത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമായിരുന്നു 21A എന്ന് പറയുന്നത്. ദെൻ 21 എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള അവകാശമാണ് 21. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് എമർജൻസിയെ കുറിച്ച് പഠിക്കാൻ സാധ്യതയുണ്ടല്ലേ. എമർജൻസി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എമർജൻസി ഉണ്ട് അല്ല, നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസി ഒക്കെ ഉണ്ട് അല്ലേ. ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇപ്പോൾ സ്റ്റേറ്റിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റിലെ ഭരണം യൂണിയൻ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു, രാഷ്ട്രപതി ഭരണമാണ് നിലവിൽ വരിക. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ അവിടെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭരണഘടനയിൽ ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് 20-21 എന്തു ചെയ്യുന്നില്ല? റദ്ദ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ചില അവകാശങ്ങൾ നമുക്ക് ഈ എമർജൻസി പീരീഡിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ റദ്ദ് ചെയ്യാത്ത ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ 20ഉം 21ഉമാണ്. അതിൽ 21 ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ 21ആണ്. എമർജൻസി പീരീഡ് എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തും റദ്ദു ചെയ്യാത്ത വകുപ്പാണ് 20ഉം 21. അപ്പോൾ എമർജൻസിയെ കുറിച്ച് പറയുമ്പോൾ 3 ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
അറിയാമെന്ന് കരുതുന്നു. 352 മറക്കരുത്, 356, 360, ഒരു 4 വെച്ച് കൂട്ടി നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് പറ്റും. 352 പ്രകാരം നാഷണൽ എമർജൻസിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസിയാണ്, സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ എത്ര വട്ടം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്യാത്ത എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പോൾ 20ഉം 21ഉം ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. എന്താണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തും റദ്ദ് ചെയ്യാത്ത ഭരണഘടനയിലെ വകുപ്പാണ് 20, 21. 21 വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളാണ് എന്ത് 21ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. 21A എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ പഠിച്ചു. 24 ബാലവേലയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കുട്ടിയെ സ്കൂളിലേക്ക് വിടണം, ബാലവേല ചെയ്യിപ്പിക്കരുത്, 24 മണിക്കൂറും കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. ആ രീതിയിലെല്ലാം കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. 23 എന്താണ് എന്ന് ചോദിച്ചാൽ അടിമത്തത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് ഇതിന്റെ കണക്ടിങ് ഫാക്റ്റ് ആണ് അടുത്ത സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഭരണഘടനാ വകുപ്പുകളും വിദ്യാഭ്യാസവും. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലേ? കൺകറന്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുകളിൽ ആ ഒരു ഫാക്ട് കാണാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം. എത്ര ലിസ്റ്റാണുള്ളത്? 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1976 ആണ്. ഈ വർഷം മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയുക? 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കില്ലേ, അല്ലാതെ ചെറു ഭരണഘടന എന്ന് പറയത്തില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിൽ സുപ്രധാനമായി ഒരു കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ എന്നുള്ളത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ പറയും ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അത് മാത്രമാണോ? ജോയിന്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയവും ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 108 ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ 1976 എന്ന് പറയുന്ന വർഷം മറക്കരുത്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ആ ഒരു വർഷം ചെയ്തത്? 42ാം ഭരണഘടനാ ഭേദഗതി അല്ലെ? 1976. 1978ഉം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ്. എന്ന് വെച്ചാൽ ആ വർഷമാണ് 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, കുട്ടികൾ തെറ്റിക്കാറുണ്ട്, വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. 1976 42ാം ഭരണഘടനാ ഭേദഗതി, 1978 44ാം ഭരണഘടനാ ഭേദഗതി. 78 4 കൂട്ടി എന്ന് വെച്ചാൽ 8 അല്ലേ കിട്ടുക? അതുപോലെ 4ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 6 ആണ് കിട്ടുക. ലാസ്റ്റ് നമ്പർ ജസ്റ്റ് അങ്ങനെയൊക്കെ ഓർത്തിരിക്കട്ടോ, തെറ്റിക്കുന്നവരും മാത്രം. ഓക്കെ. അപ്പോൾ 1978ലാണ് 44ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം സ്വത്തവകാശത്തെ ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. മുന്നേ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഒരു ഫാക്ട് ഓർത്ത് വെച്ചോളൂ. എഡ്യൂക്കേഷനെ എന്നാണ് കൺകറന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തത്
ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1976 എന്ന് പറയണം. ഇനി ഏതായിരുന്നു ആ ഒരു ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നേരം വർഷം പറയരുത്. വർഷം പറയാൻ കുഴപ്പമില്ല. ഏതാണ് കൂടുതൽ ഉത്തരമായിട്ട് വരുന്നത്? 42ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളതാണ് പറയേണ്ടത്. ഏത് ഭേദഗതി എന്ന് ചോദിച്ചാൽ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയണം. ഏതായിരുന്നു വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1976 എന്ന് പറയണം. ദെൻ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ആണ്. 2002 86ാം ഭേദഗതി പ്രകാരം എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി. ഇവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കൺകറന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത വർഷമാണ് 1976. അത് കഴിഞ്ഞ് 2002 86ാം ഭേദഗതി 21A പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് പഠിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? 21A എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ 2002 86ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ടുള്ളത്. മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് നമ്മുടെ രാജ്യം തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്, നിഷേധിക്കാൻ പറ്റില്ല. നടപ്പിലായില്ലെങ്കിൽ എവിടെ വരെ പോകാനായിട്ട് പറ്റും? ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി വരെ പോകാനായിട്ട് പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ് നടപ്പിലായില്ല എന്നുണ്ടെച്ചാൽ നടപ്പിലാക്കി കിട്ടാനായിട്ട് ഒരു വ്യക്തിക്ക്, ഏത് വ്യക്തിക്ക്? ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എവിടെ വരെ പോവാം? ഇന്ത്യൻ സുപ്രീം കോടതി വരെ പോകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രാബല്യത്തിൽ വന്നത് ഏത് ഡേറ്റ് ആണ്? 2010 ഏപ്രിൽ 1. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആയത് ഏത് ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 86ാം ഭേദഗതിയാണ്. 86ാം ഭേദഗതി ഏത് വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2002 എന്ന് പറഞ്ഞു. ഇനി ആ ഒരു വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാലോ ഡേറ്റ് ഓർത്തിരുന്നോളൂ, 2010 ഏപ്രിൽ 1 ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാട്ടോ. ഇനിയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 21A എന്താണ് അതിൻ്റെ അകത്ത് പറയുന്നത്? 6നും 14നും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയെങ്കിലും ഉറപ്പായിട്ടും കുട്ടികൾ പഠിക്കണം എന്നാണ് സ്റ്റേറ്റ് പറയുന്നത്. അത് വിദ്യാഭ്യാസം എന്താക്കി മാറ്റി? നിർബന്ധിതമാക്കി. ഗവൺമെന്റിന്റെ ധാരാളം സ്കൂളുകൾ ഉള്ളത് ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടാകുമ്പോഴും ചിലർ പ്രൈവറ്റിലൊക്കെ കൊണ്ടുവിട്ട് പഠിക്കാറുണ്ട്. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും രാജ്യത്തിലെ ഒരു കുട്ടിക്കും എഡ്യൂക്കേഷൻ ഇല്ലാതെ, വിദ്യാഭ്യാസം ഇല്ലാതെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് വരരുത് എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് 6 മുതൽ 14 വയസ്സ് വരെ, അതിനുശേഷം പഠിക്കണ്ടേ എന്നല്ല, പഠിക്കണം. പക്ഷെ 6 to 14 വയസ്സ് വരെയെങ്കിലും ഉറപ്പായിട്ടും ഗവൺമെന്റ് എന്ത് ചെയ്യും? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എഡ്യൂക്കേഷനുള്ള വിദ്യാഭ്യാസമുള്ള തലമുറയാണ് അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ടൊരു ഘടകമായതുകൊണ്ടാണ് ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്താനുള്ളൊരു കാരണം. 6 മുതൽ 14നും ഇടയിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ സൗജന്യവും നിർബന്ധിതവുമാക്കിയത് ഏതാണ്? ആർട്ടിക്കിൾ 21A എന്നുള്ളതാണ്. ഇനി 45 ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിൻ്റെ സംരക്ഷണം, ഇതൊക്കെ ആരുടെ കടമയാണ്? സംസ്ഥാനത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് പറയും, രാഷ്ട്രത്തിൻ്റെ കടമയാണ് എന്ന് പറയും. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഇതേപോലൊരു ഫാക്ട് നമ്മൾ പഠിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടത് രക്ഷകർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു ഫാക്ട് ഇതേ സെന്റൻസ് നിങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പഠിക്കുമ്പോഴും പഠിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എവിടേക്കാണ് ഈ സെന്റൻസ് വരിക എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080.
സോറി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ, അപ്പോൾ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അറിയാമായിരിക്കുന്ന കരുതുന്നു, അറിയാത്തവർ നോട്ട് ചെയ്ത് പോവാം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളെ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അറിഞ്ഞിരിക്കുക. 1-ാമത്തെ സെന്റൻസ് ആണ് ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് തോന്നും ഈ സെന്റൻസിൽ എന്താ തെറ്റ്, അയർലൻഡ് എന്നൊക്കെ ഞങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം വളരെ ഫെമിലിയർ ആണ്, എന്തുകൊണ്ട് തെറ്റി എന്ന് ചിന്തിക്കുന്നുണ്ടാവും തുടക്കക്കാര് അല്ലെ. അത്യാവശ്യം ബേസ് ഉള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ DPSP എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു വെൽഫെയർ രാഷ്ട്രം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അയർലൻഡിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ ആ ഒരു ആശയം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ സെന്റൻസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് അയർലൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യ രാജ്യം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 2 ഫാക്റ്റ് ആണ് പഠിച്ചത്. സ്പെയിൻ ആണ് ആദ്യമായിട്ട് DPSP കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ആശയമാണ്, നിർദ്ദേശക തത്വങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിനിന്റെ അല്ല, അയർലൻഡിലെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. അപ്പോൾ ആദ്യമായിട്ട് DPSP കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രാജ്യം സ്പെയിൻ ആണ്. പക്ഷെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് DPSP സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അയർലൻഡിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? 2 ഫാക്ട് നമ്മൾ പഠിച്ചു കേട്ടോ. അടുത്തത് 3 ശരിയായ കാര്യങ്ങളാണ്, തെറ്റല്ല. അപ്പൊ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വായിക്കാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ് കേട്ടോ. 4-ാം ഭാഗത്താണ് എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പാർട്ട് 3 നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? പാർട്ട് 3-ല് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഏകദേശം 12 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അമേരിക്കയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ആ ഒരു ആശയം. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ പാർട്ട് 3 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ, 4-ൽ നമ്മൾ പഠിച്ചു DPSP ആണെന്നുള്ളൊരു കാര്യം. 4A പഠിച്ചിട്ടില്ലേ? 4Aയിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് 4-ാം ഭാഗം 4Aയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓർഡറിൽ നമുക്ക് ഓർത്തിരിക്കാം. 3-ൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഭാഗം കേട്ടോ, പാർട്ട് തന്നെ പറയണേ. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർട്ട് 4 DPSP, പാർട്ട് 4A എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ USSRൽ നിന്നാണ്. ഇതെല്ലാം ഒരേ രാജ്യം തന്നെയാണ് കേട്ടോ, 3 രാജ്യങ്ങളൊന്നും അല്ല. ഓക്കെ, നിർദ്ദേശക തത്വങ്ങളെ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ഗാന്ധിയൻ ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, ലിബറൽ ആശയങ്ങളൊക്കെ ഉണ്ട്. ഡിഗ്രി തലത്തിലുള്ള കുട്ടികളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയുമോ? കാരണം ഇത് ഗവൺമെന്റിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ഇത് നടപ്പിലായില്ല എന്ന് കരുതി കോടതിയെ സമീപിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെയല്ല. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരു വ്യക്തിക്ക്, ഇന്ത്യൻ പൗരന് ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി വരെ പോകാനായിട്ട് പറ്റും. പക്ഷെ DPSPയുടെ കാര്യത്തിൽ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ആ ഒരു സെന്റൻസ് നൽകിയിട്ടുള്ളത്. വരും എക്സാമുകൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തലത്തിൽ വന്നാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ
ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ രണ്ടും പ്രതീക്ഷിക്കണം, സ്റ്റേറ്റ്മെന്റും പ്രതീക്ഷിക്കണം, ഒബ്ജക്റ്റീവ് തലത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും എന്നൊക്കെ ചിലപ്പോൾ സെന്റൻസ് തന്നാൽ നിങ്ങൾ ആ ഒരു സെന്റൻസ് വായിച്ചിട്ട് ഉത്തരം തിരുത്തി എഴുതണം. കോടതിയെ സമീപിക്കാൻ കഴിയില്ല നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ. പക്ഷേ ഇവിടെ അതിനു പകരം മൗലിക അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഓക്കെ, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഇതിൻ്റെ അകത്ത് ഉത്തരം നമ്മൾ മാർക്ക് ചെയ്തില്ലേ? ഒരു മിനിറ്റ്, ഏതായിരുന്നു? യെസ്, എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സെന്റൻസ് ആയിരുന്നു അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ 39A, 39D, 40, 47. ഓക്കെ, ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 39D ആണ് അല്ലെ. നിങ്ങൾ നോട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ, ഈ വീഡിയോ ക്ലാസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം രേഖപ്പെടുത്തുക കേട്ടോ. ഒരു എക്സാം എന്നുള്ള രീതിക്ക് തന്നെ എന്താണ് ഇതിനെ കാണുക. അപ്പോൾ എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളത് സ്വയം വിലയിരുത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 39A, 39D, 40, 47 ഇതെല്ലാം പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് തന്നെയാണ്. 39D എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ പഠിച്ചു. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനമാണ് ഗവൺമെന്റ് സർവീസിലൊക്കെ കൊടുക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനമൊന്നും അല്ലല്ലോ നാട്ടിൻപുറത്തുള്ളത് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രൈവറ്റ് ഫീൽഡിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് സർവീസിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 39D. 39A എന്താണ് എന്ന് ചോദിച്ചാൽ തുല്യനീതി, പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുണ്ട് വെച്ചാൽ അവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 39A. രണ്ടും സെയിം നമ്പർ തന്നെയാണ്, ഒരു ലെറ്റർ മാത്രമാണ് മാറിയിട്ടുള്ളത്. സോ കൺഫ്യൂഷൻ വരാനായിട്ട് അത് തന്നെ മതി. ഏകദേശം ഒരുപോലെ തോന്നും. ചിലപ്പോൾ 39 ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 39A മാർക്ക് ചെയ്താൽ അവിടെ നമ്മുടെ ഒരു മാർക്കാണ് നഷ്ടമായി പോകുന്നത്. അപ്പോൾ 39D ആണെങ്കിൽ മാത്രമേ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ 39A എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ തുല്യനീതി, പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് നിയമസഹായം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 39A എന്ന് പറയുന്നത്. 40 ഓൾറെഡി ഫെമിലിയർ ആണ്. എൻ്റെ കൂടെ പറഞ്ഞോ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. 47 ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞതാണ്. മദ്യനിരോധനത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, മദ്യനിരോധനത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 47 പ്രതിപാദിക്കുന്നത്. അപ്പൊ 4 ആർട്ടിക്കിളും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ രാഷ്ട്രപതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ എല്ലാ ടോപ്പിക്കും, പ്രസിഡന്റ് ആയിക്കോട്ടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം സിലബസിൽ ഓരോ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടാണ് തന്നിട്ടുള്ളത്. എല്ലാം നമ്മൾ പഠിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി. അനുച്ഛേദം 72 പ്രകാരം രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാവുന്നതാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. തെറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരി ഏതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഒന്നാമത്തെ സെന്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം
തെറ്റല്ല. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. ഒന്ന് വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ തന്നിരിക്കുന്ന എല്ലാത്തിലും കോമൺ ആയിട്ട് 1 നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കുമ്പോഴും 1 കോമൺ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ സെന്റൻസ് എന്താണ്, ശരിയാണ് എന്നുള്ളൊരു കാര്യം അല്ലേ. അനുച്ഛേദം 72 പ്രകാരം രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെന്റൻസ് തെറ്റാണ് കേട്ടോ. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെന്റൻസും തെറ്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇത് ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 1ഉം 4ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന 2 എണ്ണം അതിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് തിരുത്തി പഠിക്കണം. ഓക്കെ. അനുച്ഛേദം 72 പ്രകാരം രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാവുന്നതാണ്. ഇംപീച്ച് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇംപീച്ച്മെന്റ് ചെയ്യാവുന്നതാണ് എന്നാണ് നൽകിയിട്ടുള്ളത്. അറിഞ്ഞിരിക്കുക, രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 61 ആണ്. എത്രയാണ്? 61 ആണ് ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. അപ്പൊ ആർട്ടിക്കിൾ 72 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 72 എന്താണ് എന്ന് ചോദിച്ചാൽ പാർഡണിംഗ് പവർ ഓഫ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത്. അപ്പൊ എന്തല്ല? ഇംപീച്ച്മെന്റ് അല്ല. എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇംപീച്ച്മെന്റ് അങ്ങനെ എപ്പോഴും ചെയ്യാനായിട്ട് പറ്റുമോ? ഭരണഘടനാ ലംഘനം ഉണ്ടാവുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഇംപീച്ച്മെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വെച്ചാലും ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ആ ഒരു സ്ഥാനത്ത് നിന്ന് അവരെ പുറത്താക്കുന്ന പ്രക്രിയനെയാണ് പറയുന്നത്. രാഷ്ട്രപതി, വൈസ് പ്രസിഡന്റിനെയൊക്കെ അത്തരത്തിലാണ് നീക്കം ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ 61 ആണ്, 72 അല്ല. 72 എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ പാർഡണിംഗ് പവർ ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനായിട്ട് പറ്റും. അതൊക്കെ നമുക്കറിയാലേ, മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, പത്രവാർത്തകൾ വരാറുള്ളതാണ്. അപ്പൊ രാഷ്ട്രപതി മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 72 എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ഫാക്ട്, രാഷ്ട്രപതി രാജിക്കത്ത് ഇനിയിപ്പോൾ റിസൈൻ ചെയ്യണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ആർക്കാണ് രാജി സമർപ്പിക്കുക? PM-നാണോ? പ്രൈം മിനിസ്റ്ററിനാണോ? ആർക്കാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനാണ് രാഷ്ട്രപതി എന്ത് കൊടുക്കേണ്ടത്? രാജിക്കത്ത് കൊടുക്കേണ്ടത്. ഇനി വൈസ് പ്രസിഡന്റിന് തോന്നുകയാണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് രാജി ചെയ്യണം, രാജിക്കത്ത് നൽകണം എന്ന് തോന്നുകയാണെങ്കിൽ അത് പ്രസിഡന്റിന് തന്നെയാണ് കൊടുക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? ഉപരാഷ്ട്രപതിക്കായിരിക്കും. ഇതേ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്, ഉപരാഷ്ട്രപതി ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിക്ക്, ഉയർന്ന രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിക്ക് ഉപരാഷ്ട്രപതിയെക്കാളും പ്രസിഡന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ഭരണാധികാരിയായിട്ടുള്ള പ്രസിഡന്റിന് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി റിസൈൻ ലെറ്റർ കൊടുക്കുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ എന്തല്ല? ആർക്കല്ല? പ്രധാനമന്ത്രിക്കല്ല. ഓക്കെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അത് ശരിയായ സെന്റൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ 214, 143, 124, 280. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ആർട്ടിക്കിൾ 214. ആർട്ടിക്കിൾ 214 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഹൈക്കോടതികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ സ്റ്റേറ്റിന്റെ ഉയർന്ന കോടതിയാണ്. അപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു ഹൈക്കോടതി ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവിടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, ചർച്ച ചെയ്യാനായിട്ടും അതിനുള്ള കേസുകൾക്കുള്ള തീരുമാനം പ്രഖ്യാപിക്കാനായിട്ടും ഉന്നത കോടതി എന്നുള്ള രീതിക്ക് ഹൈക്കോടതി കാണാനായിട്ട് പറ്റും. രാജ്യത്തിൽ ഒരു പരമോന്നത നീതിന്യായ വിഭാഗമാണ്, ഉയർന്ന കോടതിയാണ് ഉള്ളത്. അത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. 2 നമ്പർ ഏകദേശം ഒരുപോലെ
ഒരുപോലെ തോന്നും കേട്ടോ. 214, 124 അല്ലെ, സെയിം നമ്പേഴ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറ്റിയിട്ട പോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 214, 124 രണ്ടും കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദങ്ങളാണ്. 214 പ്രകാരം ഹൈക്കോടതി രൂപീകരിക്കുന്നു. കാരണം ഇവിടെ തട്ടുകളായിട്ടുള്ള നീതിന്യായ സംവിധാനമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ജില്ലാതലത്തിൽ ജില്ലാ കോടതികളും സബ് കോടതിയും ഒക്കെ ഉണ്ട്. സംസ്ഥാന തലത്തിലെ ഉയർന്ന കോടതി എന്നുള്ള രീതിക്കാണ് നമ്മൾ ഹൈക്കോടതിയെ കുറിച്ച് പഠിക്കുന്നത്. ചിലപ്പോൾ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആർട്ടിക്കിൾ 214 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനെ കുറിച്ചാണ്? ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുച്ഛേദമാണ്. ആർട്ടിക്കിൾ 124 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സുപ്രീം കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ഇനി 143 എന്താണ് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രപതി ചില സാഹചര്യങ്ങളിൽ ഈ സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാറുണ്ട്, അഡ്വൈസ് ചോദിക്കാറുണ്ട്. അപ്പോൾ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. 280 എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 280, 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ 280 ആണ്. ക്ലിയർ അല്ലേ? 4 ആർട്ടിക്കിളും പഠിച്ചില്ലേ? അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞോ, ഹൈക്കോടതികൾ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിക്കുന്നത്? 214. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി ഏതു ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് രൂപീകരിക്കുന്നത്? ഇന്ത്യയിലെ പരമോന്നത കോടതി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഏതു വകുപ്പ് പ്രകാരം? 124 അനുച്ഛേദം പ്രകാരം. 143 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 143 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 280 എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഈ ഒരു ചോദ്യോത്തരങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ തരാൻ ഞങ്ങൾ ശ്രമിക്കാം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലഭിക്കും വരെ നിങ്ങളുടെ സ്വപ്ന ജോലി, ഇഷ്ട ജോലി നേടാൻ എയിം സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസ് അവസാനം വരെ കണ്ട നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഫ്രീ ക്ലാസ്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, പഠിക്കുക, സമയത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിലുപരി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ എയിം സ്റ്റഡി സെൻറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം എന്താണ്? ഞങ്ങൾക്ക് തരുന്ന അംഗീകാരമാണ്, പ്രചോദനമാണ്. മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.